ഹലോ ഗൈസ്, അപ്പം ഗുരുവായൂർ അമ്പല നടയിൽ ഇത് ഗുരുവായൂർ അമ്പല നടയല്ല, ഇത് ചിലങ്ക തിയേറ്ററാണ്, തിരുവല്ലയിലെ ചിലങ്ക തിയേറ്ററാണ്. അപ്പം നമ്മൾ ഗുരുവായൂർ അമ്പല നടയിൽ പടം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് കയറുകയാണ്. എന്നിട്ട് ബാക്കി അതിൻ്റെ അഭിപ്രായമൊക്കെ നമുക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ നിഴൽ മെയ്ഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ പൃഥ്വിരാജും ബേസിലും കൂടെ അഭിനയിച്ചേക്കുന്ന ഗുരുവായൂർ അമ്പല നടയിൽ എന്ന പടം ഇന്നാണല്ലോ റിലീസായത്. അപ്പം അതിൻ്റെ റിവ്യൂ ആണ്. അപ്പം രാവിലെ പടമൊക്കെ പോയി കണ്ടു. അപ്പോൾ അതിൻ്റെ റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ. പടത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഒറ്റ ബാക്കി പറയുവാണെങ്കിൽ നല്ല ഉഗ്രം കിടുക്കാച്ചി പടം. നമുക്കിപ്പോൾ ഈ ഒരു അവധിക്കാലത്ത് നമുക്ക് ഫാമിലിയായിട്ട് എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഫൺ മൂവിയാണ് ഗുരുവായൂർ അമ്പല നടയിൽ. നമ്മൾ ഒരു മുടക്കുന്ന പൈസയ്ക്കുള്ള കിട്ടിയ സാധനമാണ് നമുക്ക് തിയേറ്ററിൽ കിട്ടുന്നത്. പൃഥ്വിരാജ് പിന്നെ ബേസിൽ ഒക്കെ അഭിനയിച്ചേക്കുന്ന അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കിട്ടിയ സാധനമാണ്. ഓരോ കോമഡികളും അന്യമാണ്, എല്ലാം വർക്കായിട്ടുള്ള കോമഡികൾ തന്നെയാണ്. നമുക്കല്ലാതെ ഈ ചളിയായിട്ടുള്ള കോമഡിയോ കാര്യങ്ങളൊന്നും അല്ല. ഈ കോമഡികൾ ഓരോ ടൈമിലും ട്വിസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കത് കാണാൻ തന്നെ ഒരു രസമുണ്ട്. പിന്നെ സസ്പെൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് തിയേറ്ററിൽ പോയി തന്നെ കണ്ട് അറിയേണ്ട കാര്യമാണ്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. പിന്നെ ഒരുപാട് പുതുമുഖ താരങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ജോമോൻ ജോതർ നല്ല അന്യ പെർഫോമൻസ് ആണ് അത് കാഴ്ചവെച്ചിരിക്കുന്നത്, ഒരു രക്ഷയില്ലെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ പടം നല്ല പടമാണ്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. ആ ഒരു ടൈമിലൊക്കെ കയറി വരുന്ന മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ കേൾക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഒരു പാട്ടുണ്ട്, നല്ല പാട്ടാണ്. അത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. പിന്നെ ക്ലൈമാക്സിലാണ് ഗുരുവായൂർ അമ്പല ആ നടയൊക്കെ സെറ്റൊക്കെ ഇട്ടേക്കുന്നത്, നല്ല രസമുണ്ട്. അത് നമുക്ക് കറക്റ്റ് അതുപോലെ അമ്പലമാണെന്നേ തോന്നത്തുള്ളൂ. അതുപോലൊക്കെ രീതിയാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത്. പടം നമ്മൾ ടോട്ടൽ നോക്കുവാണെങ്കിൽ അടിപൊളി പടമാണ്. നമുക്ക് നെഗറ്റീവ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓൾറെഡി എൻ്റർടൈൻമെൻറ്റ് പടമാണ്. അപ്പോൾ നമ്മൾ ആ എൻ്റർടൈൻമെൻറ്റ് ഇത് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. നല്ല കിടിലം പടമാണ്, നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. നല്ല ഒരു പടമാണ്, നല്ല സംവിധാനം, നല്ല ക്യാമറ മേക്കിംഗ് എല്ലാം കൊണ്ട് ഉഗ്രൻ ഒരു പടമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഓക്കെ.